നമ്മുടെ കയ്യിൽ ഇനി 45 ദിവസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്താൽ കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ ഈ 45 ദിവസം കൊണ്ട് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, കൊമേഴ്സ് ആയിട്ടോ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തീർക്കണം. അപ്പൊ അതിന് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് അറിയാലോ, +1ന്റെ മെഗാ റിവിഷനും +2ന്റെ മെഗാ റിവിഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്മൾ നിങ്ങൾ ഏതാണോ ക്ലാസ്, ഹൈ +1 അല്ലെങ്കിൽ ഹൈ +2 മെഗാ റിവിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും കേട്ടോ. ഇതുവരെ ഒരു ബേസും ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മളെല്ലാം അവിടെ നിങ്ങളെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 45 days ചാലഞ്ച് ആണ് എടുക്കുന്നത്. ഈ ചാലഞ്ച് ഏറ്റവും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഗാ റിവിഷനിൽ ജോയിൻ ചെയ്തവർക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവിടെ ഡെയിലി 1 hourന്റെ ക്ലാസ് അവിടെ എടുക്കും. ഓക്കെ, ഡെയിലി 1 hour ക്ലാസ്സേ ഉള്ളൂ, ഒരുപാട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അപ്പൊ 1 hourന്റെ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒത്തിരി പോർഷൻസ് നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്, പ്രോബ്ലംസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ട് നമ്മുടെ ഒപ്പം ഇരുന്ന് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വൈകിട്ട് 7 മുതൽ 8 മണി വരെയാണ് +2നാണെങ്കിൽ ഉള്ളത്, +1 ആണെങ്കിൽ 6 മുതൽ 7 വരെ. ആ ഒരു സമയം കഴിഞ്ഞിട്ട് 8 മുതൽ 9 മണി വരെയോ 9 മുതൽ 10 മണി വരെയോ ബാക്കി സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിക്കണം. ഇന്ന് 1 മണിക്കൂറിൽ എന്തെടുത്തോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 വിഷയങ്ങൾ, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ്, ഇത് നിങ്ങൾക്ക് 45 ദിവസം വേണ്ട ശരിക്കും പറഞ്ഞാൽ. അതിലും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജും ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റി, മാത്സ് അതാണെന്ന് വെച്ചാൽ അപ്പൊ അതിന് എക്സ്ട്രാ സമയം കണ്ടെത്തിയാൽ മതി. സോ ശരിക്കും 45 days ചാലഞ്ചിന്റെ ആവശ്യമില്ല, 45 days ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെയിലി 1 hourന്റെ ക്ലാസ് ആ 1 hourൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു പോകും. കാരണം നിങ്ങളുടെ കംപ്ലീറ്റ് ശ്രദ്ധ അവിടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ 12 മണിക്കൂറൊന്നും നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഇവിടെ ഉള്ളത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ആണ്. അതിൽ ചിലവർക്ക് ദെൻ നമ്മുടെ ഇവിടെ ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് ലാംഗ്വേജ് വളരെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഓപ്ഷണൽ സബ്ജക്റ്റും ഉണ്ട്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലർക്ക് സ്കൂൾ ഉണ്ടാവും, ചിലർക്ക് സ്കൂൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കൂൾ ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം. സോ രാവിലെ നമുക്ക് എത്ര സമയം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്? രാവിലെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ 6 മുതൽ 7 മണി വരെയും, 7 മണി മുതൽ 7:30 വരെയൊക്കെ പറ്റുള്ളൂ. അപ്പൊ 6 to 7:30 വരെ കുറച്ച് നേരത്തെ എണീക്കുക. അപ്പൊ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുകയാണ്. പിന്നെ സ്കൂൾ വിട്ട് വരുന്നത് ചിലപ്പോൾ 5 മണിക്കും 4 മണിക്കും 6 മണിക്കും ഒക്കെ ആയിരിക്കും. 5 മണി എന്നുള്ളൊരു കണക്കെടുത്താൽ നിങ്ങൾക്ക് 5 to 6 1 hour കിട്ടുന്നുണ്ട്, 6 to 7 1 hour കിട്ടുന്നുണ്ട്, 7 to 8 1 hour കിട്ടുന്നുണ്ട്. ഇതിൽ ഈ 2 സമയത്ത് നമ്മുടെ മെഗാ റിവിഷൻ ഉണ്ടാകും. then 8 to 9 1 hour കിട്ടുന്നുണ്ട്, 9 to 10 1 hour കിട്ടുന്നുണ്ട്, 10 to 11 1 hour കിട്ടുന്നുണ്ട്. ഓക്കെ, 1 hour. അപ്പൊ അങ്ങനെ മൊത്തം എത്ര സമയം കിട്ടി? 1 2 3 4 5 6 7, ഒരു 7.5 മണിക്കൂർ. അപ്പൊ 7.5 മണിക്കൂർ ഉണ്ട്. പക്ഷെ 7.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനല്ല വേണ്ടത്. 20 minutes എടുക്കുക, then ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ 25 minutes പഠിക്കുക, ഒരു 5 minute ബ്രേക്ക് എടുക്കുക. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതില് നിങ്ങൾ എങ്ങനെ വേണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാല്, അക്കൗണ്ടൻസി പഠിക്കേണ്ടത് അക്കൗണ്ടൻസിക്കായിട്ട് 2 ദിവസം മാറ്റി വയ്ക്കുക. നമ്മുടെ ടൈം ടേബിൾ പ്രകാരമാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ഫുൾ ഇരുന്ന് അക്കൗണ്ടൻസി പഠിക്കാം. ഈ സമയങ്ങളിലൊക്കെ അക്കൗണ്ടൻസി മാത്രം പഠിക്കാം. നമ്മൾ 7 മുതൽ 8 മണി വരെ ക്ലാസ് എടുക്കുന്നു. ദെൻ എന്ത് ചെയ്യാ, നിങ്ങൾ ബാക്കി സമയം മുഴുവൻ അത് തന്നെ, അതുമായി റിലേറ്റ് ചെയ്ത ഒത്തിരി 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 പ്രോബ്ലംസ്, അതിന്റെ തിയറീസ് എല്ലാം നിങ്ങൾ ആ ദിവസം ഇരുന്ന് പഠിക്കുക. അങ്ങനെ ഫുൾ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഫുൾ അക്കൗണ്ടൻസി ഇരുന്ന് പഠിക്കുക. ദെൻ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് എക്കണോമിക്സ് ഉള്ളത്. അപ്പൊ എക്കണോമിക്സിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എക്കണോമിക്സ് ആ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. വെനസ്ഡേ തേഴ്സ്ഡേ കംപ്ലീറ്റ് ഇരുന്ന് എക്കണോമിക്സ്, മൈക്രോയും മാക്രോയും മാറി പഠിക്കാം. നമ്മൾ ആ പഠിപ്പിക്കുന്നതും ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിയും. അപ്പൊ അടുത്ത ചാപ്റ്റർ എടുത്ത് പഠിക്കാം. ദെൻ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രൈഡേ കംപ്ലീറ്റ് ബിസിനസ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പൊ രാവിലെ ഒക്കെ ഇരുന്നു, തിയറി ആണല്ലോ, രാവിലെയും വൈകിട്ടും ഒക്കെ ഇരുന്ന് ബിസിനസ് സ്റ്റഡീസ് മാത്രം പഠിക്കുക. ദെൻ സാറ്റർഡേ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പൊ സാറ്റർഡേ ഫുൾ ഇംഗ്ലീഷിന് മാറ്റേണ്ട ആവശ്യമില്ല, ഒരു പകുതി മാറ്റിയാൽ മതി. കാരണം ഇംഗ്ലീഷ് കുറച്ചല്ലേ നമുക്ക്, അങ്ങനെ ഒത്തിരി ബാക്കി സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് അത്രയും പഠിക്കാനില്ല. അപ്പൊ ഈ സാറ്റർഡേ പകുതിയിലും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് പഠിക്കാം.
ഓക്കെ, രാവിലെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ ടു വൈകുന്നേരം ഇരുന്ന് പഠിച്ചിട്ട് രാത്രി പിന്നെയും ബിസിനസ് പഠിക്കാം. പിന്നെ നമുക്ക് സൺഡേ ആണുള്ളത്. സൺഡേ നമ്മുടെ ഓപ്ഷണൽ പേപ്പർ കുറച്ച് സെക്കൻഡ് ലാംഗ്വേജും കൂടി ചേർത്ത് പഠിക്കാം. അങ്ങനെ ഈ വരുന്ന ഈ 15 ദിവസം 45 ഡേയ്സ് അവിടെ നിൽക്കട്ടെ, ഈ വരുന്ന 15 ദിവസങ്ങൾ ജാനുവരി ലാസ്റ്റ് വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കേ. വേറെ അങ്ങനെ ഇത്ര സമയം അതിനു വേണ്ടി അങ്ങനെ മാറ്റണ്ട. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കേ. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.